ഫൺ ട്രാവൽ ആൻഡ് മൂവീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാശ്മീർ യാത്രയുടെ 3-ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. അങ്ങനെ എയർപോർട്ടിൽ നിന്നും ഹോട്ടലെത്തിയതിനു ശേഷം ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഇസാർ ഭായിയോട് ഒന്നിച്ച് തുളിപ്പ് ഗാർഡനിലേക്ക് യാത്ര തിരിക്കുകയാണ്. രാവിലെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കാശ്മീരിൻ്റെ മണ്ണിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരിൻ്റെ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ കാശ്മീരിൻ്റെ മണ്ണിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന, ഉഗ്ര സ്ഫോടനങ്ങൾ നടക്കുന്ന, തീർത്തും ആരുടെയും ജീവനും സ്വത്തിനും സുരക്ഷിതമല്ലാത്ത ഒരു കാശ്മീരിൻ്റെ ഒരു ചിത്രം നമ്മൾ വാർത്തകളിലൂടെ കേട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കാശ്മീർ ഇപ്പോൾ നിലവിലുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു മണ്ണിനെക്കുറിച്ചാണോ ആ വാർത്ത വന്നിരുന്നത്? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദ്വേഗ ചിന്തകളുമായിട്ടാണ് നമ്മളെല്ലാവരും വാഹനത്തിൽ കയറുകയും പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഓരോ 50 മീറ്ററിലും നമ്മുടെ സൈനികരെ, CRPFൻ്റെ സോൾജിയേഴ്സ്, BSFൻ്റെ സോൾജിയേഴ്സ്, മറ്റു തരത്തിലുള്ള കമാൻഡോസൊക്കെ ഓരോ 50 മീറ്ററിലും ഈ ഹൈവേയിലൊക്കെ കാവൽ നിൽക്കുകയാണ്. AK-47 അടക്കം മറ്റു തരത്തിലുള്ള യന്ത്രത്തോക്കുകളൊക്കെ പിടിച്ചുകൊണ്ട് സദാ ജാഗരൂകരായിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഈ നാടിനെ ഭൂമിയിലെ സ്വർഗമാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന ഈ നാടിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈനികരെ അഹോരാത്രം പണിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, മഴയെന്നോ വെയിലെന്നോ യാതൊരു തരത്തിലുള്ള വേർതിരിവും കൂടാതെ അവർ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ CRPF ഒരുക്കുന്ന, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരുക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ബ്ലാങ്കറ്റിലാണ് നമ്മൾക്ക് ഈ ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള കാശ്മീരിൽ വരാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും അത് ആസ്വദിക്കാനും സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് കൊണ്ടാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇവിടെ ടൂർ സംഘടിപ്പിക്കുന്ന ഇസാർ ഭായിയെ പോലുള്ള ആൾക്കാർ, മജീദ് ഭായിയെ പോലുള്ള ആൾക്കാർ ഒക്കെ ജീവിച്ചു പോകുന്നത്. അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു, കാശ്മീർ എന്ന് പറയുന്നത് ശാന്തമാണ്, ഇവിടെ സമാധാനമാണുള്ളത്, ഒന്നും തന്നെ പേടിക്കാനില്ല, ധൈര്യമായി നിങ്ങൾ വരിക, നിങ്ങളുടെ കൂട്ടുകാരോടും മറ്റുള്ളവരോടും പറയുക, ഇവിടെ സുന്ദരമാണ്, ഇവിടെ ശാന്തമാണ്, യാതൊന്നും തന്നെ നിങ്ങൾക്ക് പേടിക്കാനില്ല, അത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുവെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ച കാണുന്ന സമയത്ത് നമ്മുടെ സൈനികർ അഹോരാത്രം പണിയെടുക്കുന്ന, കാവൽ നിൽക്കുന്ന ഈ സെക്യൂരിറ്റി ബ്ലാങ്കറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കോൺഫിഡൻസ്, അതിൻ്റെ ലെവൽ എത്രയോ വലുതാണ്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നിന്നും അത്ര പരിചിതമല്ലാത്ത കാഴ്ചയാണ് ഇങ്ങനെ AK-47 അല്ലെങ്കിൽ മറ്റ് യന്ത്രത്തോക്കുകളുമായിട്ട് സൈനികർ കാവൽ നിൽക്കുന്ന കാഴ്ച, അവരുടെ കവചിത വാഹനങ്ങളുടെ കാഴ്ച, മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള സൈനിക വാഹനങ്ങളുടെ കാഴ്ച, ഇവയൊന്നും നമ്മൾക്ക് സുപരിചിതമല്ലാത്ത കാഴ്ചകളാണ്. അങ്ങനെ കാണുന്ന സമയത്ത് ഇത് നമ്മുടെ സൈനികരാണ്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെയാണ്, ഭാരതത്തിൻ്റേതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വരികയും നമ്മൾക്ക് ദേശസ്നേഹം പോലുള്ള ഒരു വികാരം നമ്മളുടെ ഉള്ളിൽ മുട്ടിട്ട് വരികയും ചെയ്യും. ആ ഒരു ആഹ്ലാദത്തിൽ അറിയാതെ നമ്മൾ അവർക്ക് സല്യൂട്ട് കൊടുത്തു പോകും. അങ്ങനെ നമ്മൾ സൈനികർക്ക് സല്യൂട്ട് കൊടുക്കുന്ന സമയത്ത് അവർ തിരിച്ചും നമ്മൾ അഭിവാദ്യം ചെയ്യുകയും നമ്മളോട് പുഞ്ചിരിക്കുകയും ചെയ്യുന്നത് വല്ലാത്തൊരു അനുഭവമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുക. ഒരുപക്ഷെ ഈ കാഴ്ചകളൊന്നും അധികം കാണാത്ത ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന പ്രത്യേകമായിട്ട് അനുഭവമായിരിക്കാം. എന്താണെങ്കിലും അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കാഴ്ചകൾ ഓരോന്നായി പിന്നിട്ടുകൊണ്ട് ഇസാർ ഭായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ സാവധാനം നമ്മളുടെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു വന്നു ദാൽ തടാകം. ഈ ദാൽ തടാകം എന്ന് പറയുന്നത് ഒരുപാട് പരന്ന് കിടക്കുന്ന കാശ്മീരിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരുപാട് ദൂരം ഹൈവേയുടെ ഓരം പറ്റിക്കൊണ്ട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയൊരു തടാകമാണ്. അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ച പലതരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ചെറിയ തോണികളും ശിക്കാരകളും നിറഞ്ഞു നിൽക്കുന്ന, ഹൗസ് ബോട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് ഈ തരത്തിൽ പരന്ന് കിടക്കുന്ന മോട്ടോർ ബോട്ടുകൾ ഓടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു പരന്ന തടാകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
പുറത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അകത്തെ ഇസാർ ബായി വെച്ചു കൊടുത്തിട്ടുള്ള പാട്ടിനൊത്തുകൊണ്ട് എല്ലാവരും നൃത്തം ചെയ്യുകയും മറ്റൊരു വൈബാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇസാർ ബായി നല്ലൊരു ഡ്രൈവറാണ്. വളരെ വേഗതയിലാണ് അദ്ദേഹം വാഹനം ഓടിക്കുന്നത്. ഈ വാഹനം മാത്രമല്ല, ബസ്സുകളും ട്രക്കുകളും അടക്കം അദ്ദേഹം ഓടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ വാഹനവും അതുപോലെ തന്നെ മറ്റ് ചില വാഹനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും മറ്റ് ഡ്രൈവർമാരാണ്. ഇതൊക്കെ ഒരു സർദാർജിയുടേതാണെന്നും അദ്ദേഹം പഞ്ചാബിലാണ് താമസമെന്നുമൊക്കെ അദ്ദേഹം ഈ സംസാരത്തിനിടയിൽ വിശദീകരിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് സ്റ്റേഡിയമാണ്, ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഉള്ള സ്റ്റേഡിയങ്ങളൊക്കെ കടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ദാൽ തടാകത്തിനോട് ചേർന്ന് തന്നെയാണ് തുളിപ്പ് ഗാർഡൻ വരുന്നത്. അതുമാത്രമല്ല, മറ്റ് ചില ഗാർഡനും കൂടെ ആ ഭാഗങ്ങളിലുണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ ദാൽ തടാകത്തിൻ്റെ ഒരു ഭാഗം കാണുകയാണ്. ഇവിടെയൊക്കെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ സോൾജേഴ്സ് കാവൽ നിൽക്കുന്നത്. അവരുടെ സുരക്ഷയിലും അവരുടെ സംരക്ഷണത്തിലുമാണ് ഈ പ്രദേശങ്ങളൊക്കെ എന്ന് നമുക്ക് ഈ കാഴ്ച കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗവർണറുടെ ഭവനവും മറ്റൊക്കെ ഇസാർ ബായി നമ്മൾക്ക് കാണിച്ചു തന്നു. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയിട്ടാവാം ഇവിടെ ഒരുപാട് സുരക്ഷ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ വലിയൊരു മലയുടെ മുകളിലായിട്ട് നമുക്ക് ഇന്ത്യൻ ആർമിയുടെ വലിയൊരു കേന്ദ്രമുണ്ട് എന്നും അവിടെ നിന്നാണ് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ സോൾജേഴ്സിനെയോ അല്ലെങ്കിൽ അത്യാവശ്യം കമാൻഡേഴ്സിനെയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എത്തിക്കുന്നത് എന്നും എന്തൊക്കെ ഇസാർ ബായി നമുക്ക് വിശദീകരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ആർമിയുടെ അത്തരത്തിലുള്ളൊരു ക്യാമ്പ് ഉള്ളതുകൊണ്ട് അവിടേക്കുള്ള സുരക്ഷ അത്യധികം വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ടും നമ്മളോട് പറഞ്ഞു. അതിനൊക്കെ ചുറ്റും കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഈ ദാൽ തടാകത്തിലെ തന്നെ ഓരോ ഘട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഘട്ടിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു ഗേറ്റ് പോലെ, ഗെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റ് പോലെ, ഒരു ഗേറ്റിൽ ഒന്നാം ഗേറ്റ്, രണ്ടാം ഗേറ്റ്, മൂന്നാം ഗേറ്റ്, അങ്ങനെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ഗേറ്റുകളിലും നമ്മൾക്ക് അവിടെയുള്ള ശിക്കാരികൾക്ക് അതിന് വേറെ നമ്പറുകളും രജിസ്ട്രേഷൻ ലൈസൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഗെട്ടിലാണ് പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് നമുക്ക് അവിടേക്ക് വരാനും മറ്റുമൊക്കെ സൗകര്യം ഉണ്ടായിരിക്കും. അതൊക്കെ പ്രത്യേകം ഇപ്പം ഇസാർ ബായി മറ്റുമൊക്കെ ചെല്ലുന്ന ഒരു ഗെട്ടിലായിരിക്കില്ല മറ്റ് വാഹനങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുപോകുക. അപ്പോൾ അവരും ഈ ഗെട്ടിലുള്ള ശിക്കാരികളെ ഡ്രൈവർമാരും അതുപോലെ തന്നെ ഇങ്ങനെ ടൂറിസ്റ്റ് കൊണ്ടുവരുന്ന ഏജൻറ്റുകളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അവരവരെ വിനോദസഞ്ചാരികളെ പ്രത്യേക ഗെട്ടിൽ മാത്രമേ ഇറക്കുള്ളൂ. അവർ തമ്മിലുള്ളൊരു ടൈപ്പിലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു കമ്മീഷൻ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അവർ തമ്മിലുള്ള അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ബന്ധങ്ങൾ. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ തുളിപ്പ് ഗാർഡനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ തുളിപ്പ് ഗാർഡൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് ഈ തുളിപ്പ് പുഷ്പങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ. അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. വെള്ള നിറത്തിൽ, റോസ് നിറത്തിൽ, വയലറ്റ് നിറത്തിൽ ഒക്കെ ഉള്ള തുളിപ്പ് പുഷ്പങ്ങൾ അങ്ങനെ വരിയായിട്ട് നിർത്തിയിരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 മാസക്കാലം മാത്രമേ ഇവ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയുള്ളൂ. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും മാത്രം. അപ്പോൾ ഈ കാശ്മീരിൽ വരുന്ന സഞ്ചാരികൾക്ക് തന്നെ ഈ 2 മാസങ്ങളിൽ വന്നാൽ മാത്രമേ ഈ തുളിപ്പ് പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായിട്ടുള്ള പുഷ്പവാടിയുടെ മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നടന്നു നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സഞ്ചാരികൾ ഈ പുഷ്പത്തിൻ്റെ ഓരങ്ങളിൽ പറ്റി നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നത് കാണാൻ സാധിക്കും. പല ആളുകൾ വീഡിയോ എടുക്കുന്നത് കാണാൻ സാധിക്കും. അതിന് ഇടയിൽ തന്നെ തദ്ദേശീയരായിട്ടുള്ള ചെറുപ്പക്കാർ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരാമെന്ന് പറയുന്നത് കാണാൻ സാധിച്ചു.
അതുപോലെ തന്നെ അവർ റീൽസ് ഉണ്ടാക്കി തരാം, മനോഹരമായ റീൽസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഞങ്ങൾക്കിങ്ങനെ റീൽസ് നിങ്ങളുടേതും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചില സാമ്പിൾ റീൽസ് കാണിച്ചുകൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുകയും അവർക്ക് വേണ്ടി റീൽസ് എടുത്തു നൽകിക്കൊണ്ട് ചെറിയ രൂപത്തിലുള്ള ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന ചിത്രവും നമ്മൾക്ക് അവിടെ കാണാൻ സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കാശ്മീർ എന്ന് പറയുന്നത് ഒരുപാട് വേദനകളുടെ മുറിവുണങ്ങാത്തൊരു ഭൂമിയായിട്ട് കിടന്നിരുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. ഇപ്പോൾ അത് സമാധാനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി, ഒരു ഭരണാധികാരിയുടെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഇതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏവർക്കും ബോധ്യമാകുന്നൊരു കാഴ്ചയാണ്. അത്തരത്തിലുള്ള ഇച്ഛാശക്തികളുള്ള ഒരു ഭരണാധികാരിക്കും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിക്കും ഒരു നാടിൻ്റെ മുഖച്ഛായ എത്രത്തോളം മാറ്റാൻ സാധിച്ചിരിക്കുന്നു. അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെന്തൊക്കെ സാമ്പത്തിക ഉന്നതിയിലേക്കുള്ള വഴികളാണ് അദ്ദേഹം തുറന്നു നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ മുന്നിൽ വെളിവാകുന്ന മറ്റൊരു ചിത്രം കൂടിയാണ്. കാശ്മീരിൻ്റെ, അവിടുത്തെ ജനങ്ങളുടെ, അവരുടെ ജീവിതമാർഗത്തിൻ്റെ, അവിടെ വരുന്ന സഞ്ചാരികളുടെ എല്ലാം കൂടി ഒരു ആകത്തുകയാണ് ഈ കാഴ്ചകൾ. തുളിപ്പ് കാടിനോട് ചേർന്ന് ഇത്തരത്തിലൊരു ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഞങ്ങളെ ആ വാട്ടർ ഫൗണ്ടെയിൻ ആസ്വദിച്ചുകൊണ്ട്, തുളിപ്പ് കാടിനുള്ള തുളിപ്പ് പുഷ്പങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, അവിടെയുള്ള വിനോദസഞ്ചാരികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സാവകാശത്തിൽ ഞങ്ങളുടെ വാഹനത്തെ ലക്ഷ്യമാക്കി നടന്നു. ഈ വാഹനത്തിൻ്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് ആ പാതയുടെ ഒരു വശത്തു നിന്നും ഇങ്ങനെ പാതയിലേക്ക് തള്ളി നിൽക്കുന്ന വർണ്ണാഭമായിട്ടുള്ള ഒരുപാട് പൂക്കളുള്ള ഇത്തരത്തിലുള്ള ചെടികളെ കണ്ടു. എന്തൊക്കെ പുഷ്പങ്ങളാണിത് എന്ന് പറയാൻ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നുറപ്പിച്ചു പറയാം, വളരെ മനോഹരമാണവ. അവയെ കണ്ടുകൊണ്ടും തൊട്ടു തലോടിക്കൊണ്ടും ഞങ്ങൾ സാവകാശത്തിൽ മറ്റ് സഞ്ചാരികളോടൊപ്പം അലിഞ്ഞു ചേർന്നുകൊണ്ട് അവിടെ നിന്നും മെല്ലെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. മുകളിൽ അങ്ങനെ സൂര്യൻ കത്തി നിൽക്കുന്നതായി തോന്നുമെങ്കിലും യാതൊരു തരത്തിലുള്ള ചൂടും നമ്മൾക്ക് അനുഭവപ്പെടുകയില്ല. ഊട്ടിയിലെന്ന പോലുള്ള ഒരു അന്തരീക്ഷം. ആളുകളെല്ലാം ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങളും അപ്രകാരം അതിനോട് ചേർന്നു. അങ്ങനെയുള്ള യാത്രക്കിടയിൽ ഇസാർ ഭായി ലഞ്ചിന് വേണ്ടി ഞങ്ങൾക്ക് ഒരിടത്ത് നിർത്തി തന്നു. ആദ്യം ഞങ്ങളോട് വെജിറ്റേറിയൻ വേണോ നോൺ വെജിറ്റേറിയൻ വേണോ എന്ന് അന്വേഷിച്ചിരുന്നു. എല്ലാവരും നോൺ വെജിറ്റേറിയൻ അടക്കം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്തുവെങ്കിലും അവിടെ നിന്നും കഴിച്ച ഭക്ഷണം ഒട്ടും രുചികരമായി തോന്നിയില്ല. എല്ലാവരും ഭക്ഷണം ബാക്കിയാക്കി ഇറങ്ങി എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ നേരെ പോകുന്നത് ദാൽ തടാകത്തിലേക്കാണ്, ഒരു ശിക്കാര റൈഡിന് വേണ്ടി. മരം കൊണ്ടുള്ള ചെറിയൊരു മയിൽക്കൂര പണിഞ്ഞുകൊണ്ട് കുഷ്യനൊക്കെ ഇട്ട ഒരു ചെറിയ വള്ളമാണ് ശിക്കാര എന്നറിയപ്പെടുന്നത്. അതിൽ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളെ തടാകത്തിലേക്ക് മെല്ലെ തുഴഞ്ഞു കൊണ്ടുപോകും. അങ്ങനെ തടാകത്തിലെത്തിയാൽ പിന്നെ ഇത്തരത്തിലുള്ള ധാരാളം വഞ്ചികളിൽ നമ്മളെ ആളുകൾ സമീപിക്കാൻ തുടങ്ങും. പലതരത്തിലുള്ള വസ്തുക്കളുമായിട്ട് കരകൗശല വസ്തുക്കളടക്കം പലതരത്തിലുള്ള ആഭരണങ്ങൾ, വെള്ളിയുടെയും മറ്റും അടക്കമുള്ള പലതരത്തിലുള്ള ആഭരണങ്ങൾ, ഇവയൊക്കെയുമായി നമ്മളെ ആളുകൾ സമീപിക്കും. അവിടെ വെച്ച് ഫോട്ടോ എടുക്കുന്നതിനായി നമ്മളെ ആളുകൾ സമീപിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ വിലപേശി എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് രൂപ നഷ്ടം വന്നേക്കാം. സാധാരണഗതിയിൽ നമ്മൾ ലാൽ ചൗക്കിൽ 250 300 രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ 500 രൂപയ്ക്ക് കിട്ടുന്ന വസ്തുവകകളാണ് ഇവിടെ 2500 മുതൽ 5000 രൂപയ്ക്ക് അവർ വിൽക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ലാൽ ചൗക്കിനെക്കുറിച്ചും മറ്റും ധാരണയില്ലാതെ ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ വളരെ തന്ത്രപരമായിട്ടാണ് നമ്മൾക്ക് ഓരോ സാധനങ്ങളും വിറ്റഴിക്കുക. ഓരോ വള്ളങ്ങളിലായി നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മളുടെ കൂട്ടുകാരോട് അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും പറയരുതെന്നും അവർ വാങ്ങുകയാണെങ്കിൽ വാങ്ങട്ടെ എന്നും നിങ്ങൾ അതിൽ ഇടപെടരുത് എന്നും നമ്മളോട് അവർ അപേക്ഷിക്കും.
അത്തരത്തിൽ വ്യത്യസ്തങ്ങളായുള്ള രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ജനതയെ നമ്മൾക്ക് ഈ ദാൽ തടാകത്തിൽ കാണാൻ സാധിക്കും. അങ്ങ് ചക്രവാളത്തിൽ വലിയ വലിയ മലകൾ അതിരിടുന്ന ഈ ദാൽ തടാകത്തിന് ഉള്ള മറ്റൊരു കാഴ്ചയാണ് ഇവിടെയുള്ള വാട്ടർ ഫൗണ്ടെയിൻ. ഇവ രാത്രിയിൽ കാണാൻ അതീവ ഭംഗിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. അവയിൽ വർണ്ണാഭമായ ലൈറ്റുകളും ഘടിപ്പിച്ചിരിക്കുന്നു. ആ ഉയർന്നു പോകുന്ന ആ വാട്ടർ ഫൗണ്ടെയിൻ അവിടെ മഴവില്ലുകൾ വിരിയിച്ചു കൊണ്ടിരുന്നു. അത്തരത്തിൽ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വാട്ടർ ഫൗണ്ടെയിനും മറ്റൊരു ഭാഗത്ത് മലനിരകളും വേറൊരു ഭാഗത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനുമടക്കം ശരിക്കും സ്വർഗീയമായ ഒരിടം. എത്ര മനോഹരമാണിത്! ദാൽ തടാകത്തിൽ ഇത്തരത്തിൽ ശിക്കാരങ്ങളുമായി തുഴഞ്ഞു നീങ്ങുന്നതിൽ പലരും കാശ്മീരിൻ്റെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരുടെ നിഷ്കളങ്കമായ ചിരിയും അതുപോലെ തന്നെ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റവും നമ്മളിൽ അവരോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ഓരോ സമയത്തും ദാൽ തടാകത്തിൻ്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. രാവിലെ ശാന്തയായി നിൽക്കുന്ന ദാൽ തടാകമല്ല ഉച്ചയ്ക്ക് സഞ്ചാരികൾ നിറഞ്ഞൊഴുകുന്ന ദാൽ തടാകം. വൈകുന്നേരമാകുമ്പോഴേക്കും അതിൻ്റെ മറ്റൊരു സൗന്ദര്യമാണ് നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക. നമ്മളെ ചുറ്റുഭാഗം പലതരത്തിലുള്ള ശിക്കാരുകൾ സഞ്ചാരികളുമായി ഒഴുകിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ചില ആളുകൾ വന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിക്കുകയും ഞങ്ങളും ചില ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഫോട്ടോ എടുക്കുന്ന ആൾ വളരെ ബുദ്ധിമാനാണ്. അയാളുടെ തോണിയിലേക്ക് ശിക്കാറിലേക്ക് നമ്മളോട് കയറാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് മാറി നിന്നുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കും നമ്മുടെ മൊബൈലോ ക്യാമറയോ ഉപയോഗിച്ചുകൊണ്ട് ആ ഫോട്ടോകൾ എടുക്കാമായിരുന്നു. അവർ അതിനനുവദിക്കാതെ വളരെ ബുദ്ധിപരമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഫോട്ടോകൾ എടുക്കുന്നത്. ഒരു ഫോട്ടോയ്ക്ക് 200-300 രൂപ വരെ അവർ പറയുമെങ്കിലും അവസാനം 100 രൂപയ്ക്ക് അവർ എടുക്കാൻ തയ്യാറായി വന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മൾക്ക് സോഫ്റ്റ് കോപ്പികൾ നൽകുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ രൂപം എഡിറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫ്രെയിമിൽ വെച്ചുകൊണ്ടാണ് നമ്മൾക്ക് അവർ ഫോട്ടോ നൽകുന്നത്. ഇവിടെ നിന്നും എടുത്ത് കഴിഞ്ഞതിന് ശേഷം പണം നൽകിക്കഴിഞ്ഞാൽ ശിക്കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ കരയിലെത്തുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഫോട്ടോയുടെ കോപ്പി ലഭിക്കുക. അപ്പോഴേക്കും എടുത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ദാൽ തടാകത്തിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് സഞ്ചാരികൾ പല തരത്തിലും പല നിറത്തിലുമുള്ള ശിങ്കാരകളിൽ ഞങ്ങൾക്ക് ചുറ്റും ആ ദാൽ തടാകത്തിൽ അങ്ങനെ തുഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ദൂരെ ചക്രവാള സീമകളിൽ ഇത്തരത്തിലുള്ള മലനിരകൾ ആസ്വദിച്ചുകൊണ്ട് ഉയർന്ന് പൊന്തുന്ന ജലധാരകളെയും ആസ്വദിച്ചുകൊണ്ട് ആ ദാൽ തടാകത്തിൽ പലതരത്തിലുള്ള കച്ചവടക്കാരെയും കണ്ടുകൊണ്ട് അങ്ങനെ ഒരു സായാഹ്നത്തിലൂടെയുള്ള യാത്ര കാശ്മീരിൻ്റെ അവിസ്മരണീയമായ ഒരു മുഖമാണിത്.